ഡിസ്ക്രിപ്ഷനിലൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ പോയിട്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തിട്ട് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യട്ടോ. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ചീത്ത വാക്കുകളൊക്കെ ഉപേക്ഷിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടും, ഉറപ്പായിട്ടും. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? നാട്ടിലെ വെതറൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ 2 ദിവസം നല്ല ചൂടായിരുന്നു, സമ്മറാണല്ലോ ഇപ്പം. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വലിയൊരു മഴ പെയ്തു. അപ്പോൾ അതോടുകൂടി ആകെ കൂളായി. ഇന്നിപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ, അത്യാവശ്യം തണുപ്പുണ്ട്. 13 ഡിഗ്രിയൊക്കെയാണ്. ഞങ്ങൾ നടക്കാനൊക്കെ പോയി, ഇപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഒരു ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് ഒരു 3 മണിയാകുമ്പോൾ പോകണം. ഇവിടുത്തെ ഹോസ്പിറ്റൽ അപ്പോയിൻമെൻ്റ് ഒക്കെ നമുക്ക് രോഗം വരുന്ന ആ സമയത്ത് കിട്ടില്ല കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞ് അസുഖമൊക്കെ ഒരു പകുതിയൊക്കെ മാറിക്കഴിയുമ്പോഴായിരിക്കും ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ നാട്ടിലെ പോലെ വളരെ എളുപ്പത്തിൽ പോയി ഡോക്ടറെയൊക്കെ കാണാമെന്ന് നോക്കണ്ട. ഒരാഴ്ചക്ക് മുന്നെയാണ് ഞങ്ങൾ ഈ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത്. ഇപ്പോൾ അസുഖം കുറച്ചൊക്കെ മാറി തുടങ്ങി, അപ്പോഴാണ് ഡോക്ടറെ അടുത്തേക്ക് പോകാനായിട്ട് പോണത്. പിന്നെ ഒരു കാര്യം, ജനറലായിട്ട് ചെയ്യേണ്ട എല്ലാ ചെക്കപ്പുകളും ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ നേരത്തെ തന്നെ അവർ ചെയ്യും. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സ് നമ്മളെ വിളിക്കും, എന്നിട്ട് നമ്മളോട് ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറയും. അങ്ങനെയുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പെട്ടെന്ന് ഒരു പനിയൊക്കെ വന്ന് ഒരു വയറുവേദനയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ എമർജൻസിയിൽ പോകണം. ആ എമർജൻസിയിൽ ചെന്ന് 8-10 മണിക്കൂറുകൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അപ്പം ഇവിടെ സാധാരണ മലയാളീസൊക്കെ എടുക്കുന്ന ഒരു സൂത്രമാണ്, ആദ്യം എമർജൻസിയിൽ നേഴ്സാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം നമ്മളോട് ചോദിക്കും നമുക്ക് എത്ര പെയിൻ ഉണ്ടെന്ന് ചോദിക്കും. അതായത് ഇവർ ചോദിക്കുന്നത് ഹൗ മച്ച് പെയിൻ ഔട്ട് ഓഫ് 10 എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ സാധാരണ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ 8 or 9 പറഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളൊക്കെ സാധാരണ പോകുമ്പോൾ ചെയ്യാറ് 9 ഉണ്ടെന്ന് പറയും. അപ്പോഴാണ് പിന്നെ ഇടയ്ക്ക് ചെസ്റ്റ് പെയിൻ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലേ പെട്ടെന്ന് ഡോക്ടറെ കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ സൂത്രമൊക്കെ പറയുന്നവരാണ് ഇവിടുത്തെ മിക്കവാറും എല്ലാ മലയാളികളും കേട്ടോ. അപ്പോൾ ഇന്നും ഞാൻ നിങ്ങൾക്ക് ഒരു ലിങ്ക് കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാം കേട്ടോ, ഇവിടുത്തെ ആളുകളൊക്കെ പഴയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. സാധാരണ ഇവിടെ പഴയത് ഉപയോഗിക്കാത്തത് മലയാളികളാണെന്ന് പറയാം. ഈ മലയാളികൾക്ക് ഫ്രീ ആയി കിട്ടുന്നതും പഴയ സാധനങ്ങളും ഉപയോഗിക്കാനായിട്ട് യാതൊരു താല്പര്യമില്ല. പുതുത് മാത്രമേ അവരിവിടെ ഉപയോഗിക്കുള്ളൂ. പിന്നെ സ്റ്റുഡൻസ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് വാങ്ങാനായിട്ട് കാശില്ലാണ്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഒക്കെ കിട്ടുന്ന കടയിലൊക്കെ കയറി സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഇപ്പോഴും നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോഴേ അവിടെ റോഡിലൊക്കെ ഓരോ വീട്ടിലുണ്ടായ വെജിറ്റബിൾസ്, കാർഷിക വസ്തുക്കൾ, ചീര, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റോഡിന്റെ സൈഡിൽ ഒരു ബോക്സിലൂടെ വെച്ചിട്ടുണ്ടാവും. അവർ ഉപയോഗിച്ചിട്ട് എക്സസ് ഉള്ളതാണ് ഈ റോഡിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ആർക്ക് വേണമെങ്കിലും അതിവിടെ എടുക്കാം. അപ്പോൾ ചീരയൊക്കെ കാണുമ്പോൾ നമുക്ക് എടുക്കാൻ തോന്നില്ലേ? ഞാൻ എടുക്കാൻ പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കില്ല കേട്ടോ. ഒരു ടിപ്പിക്കൽ മലയാളി. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നും എടുക്കാൻ പാടില്ലെന്നാണ് പുള്ളിയുടെ ഓർഡർ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ബീട്രൂട്ട്, അതുപോലെ സ്പിനാച്ച്, പിന്നെ നമ്മുടെ കുമ്പളങ്ങ പോലുള്ള ഒരു വലിയ വെജിറ്റബിള്, ഇതൊക്കെ റോട്ടിൽ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും എടുക്കാൻ പറ്റിയില്ല, പുള്ളി സമ്മതിച്ചില്ല എടുക്കാനായിട്ട്. നമ്മൾ കടയിൽ ചെന്ന് വാങ്ങണമെങ്കിൽ ഒരു കെട്ട് ചീര വാങ്ങുന്നതിന് തന്നെ $3 കൊടുക്കണം. ഇത് ഫ്രീ ആയിട്ട് കെട്ടായിട്ട് വെച്ചേക്കാണ്. അതിൽ നിന്ന് ഒരെണ്ണം പോലും എടുക്കാനായിട്ട് എന്നെ സമ്മതിച്ചില്ല. അപ്പോൾ പൊതുവെ മലയാളികളുടെ സ്വഭാവം ഞാനിവിടെ പറയായിരുന്നു. പിന്നെ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴേ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ വീടിനകത്ത് പുകവലിക്കാൻ പാടില്ല, പുറത്ത് പുകവലിക്കാം, എത്ര വേണമെങ്കിലും വലിക്കാം. അപ്പൊ ഇപ്പൊ ചില ആൾക്കാർ ഈ ഇലക്ട്രോണിക് സിഗരറ്റുകളൊക്കെയാണ് വലിച്ചുകൊണ്ട് പോകുന്നത്. അടുപ്പിൽ നിന്ന് പുക വന്ന പോലെയാണ് ഈ പുക ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഊതി നമ്മുടെ മുഖത്തേക്കൊക്കെ വിട്ടിട്ടാണ് ഇവർ പോണത്. എന്നാലും കുറച്ച് സായിപ്പന്മാർക്ക് കുറച്ച് മര്യാദയുണ്ട് കേട്ടോ. വീടിനകത്ത് പുകവലിക്കാൻ പാടില്ല, പുറത്ത് എത്ര വേണമെങ്കിലും പുകവലിക്കാം. പിന്നെ വേറെ പ്രത്യേകിച്ച് നമ്മളൊരു ഹോട്ടലിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ബാത്റൂമിലാണ് കൈ കഴുകാനുള്ള സൗകര്യം ഉള്ളത്. ഇവർക്ക് കൈ കഴുകുന്ന ശീലമേ ഇല്ല. അതുപോലെ നമ്മളെ പോലുള്ള മലയാളികളാണെങ്കിലോ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായ കഴുകണം, കൈ കഴുകണം. പക്ഷെ ഇവർക്ക് അങ്ങനെയുള്ള യാതൊരു സ്വഭാവവും ഇല്ല. അവർ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പേപ്പർ കൊണ്ട് കൈയൊക്കെ തുടച്ച് കൂളായിട്ട് ഇറങ്ങിപ്പോവും. അപ്പം മാളിലൊക്കെ ചെല്ലുമ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൈ കഴുകണമെന്നുണ്ടെങ്കിൽ വാഷ്റൂമിൽ പോകണം. അവിടെ ചെന്നാൽ കൈ കഴുകാനുള്ള സൗകര്യമുണ്ട്. പിന്നെ മറ്റൊന്ന്, ടോയ്ലറ്റിൽ വെള്ളമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട സൗകര്യം. വന്ന സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വന്ന സമയത്ത് മോള് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആ വാടക വീട്ടിൽ ടോയ്ലറ്റിൽ വെള്ളമേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർ പുതിയ വീടൊക്കെ പണിത്, അപ്പോൾ അവിടെ വെള്ളമുണ്ട്. ഞങ്ങളുടെ വീട്ടിലും ബാത്റൂമിൽ വെള്ളമുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ബുദ്ധിമുട്ടില്ല.
പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകാൻ പറ്റാത്ത അവസ്ഥ, ടോയ്ലറ്റിൽ വെള്ളമില്ലാത്ത അവസ്ഥ. ഇങ്ങനെ ഒരുപാട് സ്ട്രഗിൾസിലൂടെ നമ്മളിവിടെ കടന്നു പോകണം കേട്ടോ. കുറെ കഴിയുമ്പോൾ എല്ലാവരും അതുമായിട്ട് കോപ്പപ്പ് ആവും. ഇവിടെ എന്തും ടിഷ്യൂസാണ് യൂസ് ചെയ്യുന്നത്. കിച്ചണിൽ യൂസ് ചെയ്യാനായിട്ട് ടിഷ്യൂ ഉണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ കൈയൊക്കെ തുടയ്ക്കാനായിട്ട് എപ്പോഴും ടേബിളിൽ ഒരു ടിഷ്യൂ ബോക്സ് ഉണ്ടായിരിക്കും. അതുപോലെ ടോയ്ലറ്റിലും ടിഷ്യൂ പേപ്പർ ഒക്കെ സെപ്പറേറ്റ് ടിഷ്യൂസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഉള്ളവരൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പൊ അവരതിനൂടെ ന്യായീകരിക്കാൻ വേണ്ടി പറയണത് നമ്മൾ കൈ കൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കൈ കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൂടെ അവർ ടിഷ്യൂ യൂസ് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തായാലും എനിക്കറിയില്ല, എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അത്. പിന്നെ ക്ലീൻ ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളതെന്ന് പറയാനായിട്ടേ കുറേ സായിപ്പന്മാർ രാവിലെ തന്നെ അവർ സൈക്ലിങ്ങിന് ഇറങ്ങും. ഈ സൈക്കിളിന്മേല് അവരൊരു ബക്കറ്റ് വെച്ച് കെട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ താഴെയുള്ള അഴുക്കുകളൊക്കെ പിക്ക് ചെയ്യാനായിട്ട് സ്റ്റിക്ക് പോലുള്ള ഒരു സാധനം അവരുടെ കയ്യിലുണ്ടാവും. പോണ വഴിക്ക് റോഡിൽ കിടക്കുന്ന ഗ്ലാസ്, കപ്പ്, അതുപോലെ ടിഷ്യൂ പേപ്പർ, ഇതൊക്കെ അവർ ഈ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് അവരതെടുത്ത് ഈ ബക്കറ്റിലേക്ക് ഇട്ട് തൊട്ടടുത്തുള്ള ബിന്നിൽ കൊണ്ടുപോയി കളയും. അപ്പൊ എപ്പോഴും പരിസരം വൃത്തിയായിട്ട് കിടക്കും. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള, വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ന്യൂസിലാൻഡ്. അപ്പോൾ കുടുംബസമേതം ഞങ്ങളിപ്പോൾ ഇവിടുത്തെ പൗരന്മാരായിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ അവസ്ഥ നമ്മൾ സ്വർഗത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. കുറേ ആളുകളൊക്കെ പറയും സ്വന്തം നാടാണ് നല്ലത്, മറ്റുള്ള നാടുകൾ കൊള്ളില്ല എന്നൊക്കെ പറയും. പക്ഷെ എന്നെ അപേക്ഷിച്ച് നാട്ടിലേക്കാളും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾക്കും അത്തരത്തിലുള്ള ഒരു അവസ്ഥ വന്നു ചേരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്തരത്തിലുള്ള ലിങ്കുകളൊക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇന്നും ജോലിയുടെ ഒരു ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ പോയി ജോലിക്ക് അപ്ലൈ ചെയ്യുക. നല്ലൊരു CV ഉണ്ടാക്കുക. അതും ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV വേണം നിങ്ങൾ ഉണ്ടാക്കാൻ. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതിനുള്ള ഡയറക്ഷൻ നിങ്ങൾക്ക് കൊടുത്തരാം. അതുപോലെ തന്നെ ലിങ്ക്ഡിനിൽ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കുക. ആ പ്രൊഫൈൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ജോലിക്കൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട്. യാതൊരു ചെലവും കൂടാതെ നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടി ഇങ്ങോട്ട് വരാൻ സാധിക്കും. നിങ്ങൾക്ക് ആഗ്രഹം വേണം, ഒപ്പം തന്നെ ഭാഗ്യവും വേണം. ആഗ്രഹം അമിതമായാൽ അതെന്തായാലും സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ജോലിക്ക് അപ്ലൈ ചെയ്തോളാം. അപ്പോൾ എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ see you. Bye.